നാട്ടിൽ മഴ കുറഞ്ഞ സമയത്ത് കാന്തല്ലൂരിലേക്കായിരുന്നു നമ്മുടെ ഇത്തവണത്തെ യാത്ര. കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയുള്ള മൂന്നാർ മറയൂർ റൂട്ടിലെ തേയിലത്തോട്ടങ്ങളും അതിനിടയിലൂടെ ഒഴുകുന്ന അരുവികളും ഇതൊന്നും പൊതുവെ നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ കാന്തല്ലൂരിലെ സൺഫ്ലവർ മഡ് ഹൗസ് സ്റ്റേയും രണ്ടാമത്തെ ദിവസത്തെ കാന്തല്ലൂരിൽ തന്നെയുള്ള കീഴാന്തൂർ വെള്ളച്ചാട്ടവും അതിനോട് ചേർന്നുള്ള ഇരച്ചിപ്പാറ വാട്ടർഫോൾസും ഇതെല്ലാം കണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ കാന്തല്ലൂരിൽ ഫേമസ് ആയിട്ടുള്ള ആപ്പിൾ തോട്ടവും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഫാമും ഇതെല്ലാം കണ്ടുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത്ര തണുപ്പുമില്ല, എന്നാൽ അത്ര ചൂടുമില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ച ആ ഒരു സ്റ്റേ എന്ന് പറയുന്നത്. കാന്തല്ലൂർ ഗുഹാപുരത്തുള്ള സൺഫ്ലവർ മഡ് ഹൗസ്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടിലൻ മലയാണ്. രണ്ട് ഒരു പീക്ക് ഉള്ള ഒരു മലനിരകളാണ് കാണുന്നത്. കാന്തല്ലൂരിൽ നിന്നും ഒരു 1-2 കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം, അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റേ കാണുന്നത്. പുറമേ നിന്ന് കണ്ടാൽ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ പുറത്ത് നമുക്ക് ഹാങ് ഔട്ട് ചെയ്തിരിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാം, റെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു റാന്തലെല്ലാം കൊളുത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് രാത്രി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ഇതിൽ 2 ബെഡ്റൂംസ് ഉണ്ട്, ഒരു ഹാളുണ്ട്, ബാത്റൂമുണ്ട്, കിച്ചൺ സൗകര്യമുണ്ട്. കുക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ വേണമെങ്കിൽ കുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഹൗസ് ഓണറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് വേണ്ട ഫുഡെല്ലാം റെഡിയാക്കി തരുന്നതായിരിക്കും. ഇതൊരു മഡ് ഹൗസാണ്. അതുകൊണ്ട് തന്നെ ഏത് ക്ലൈമറ്റിൽ വന്നു കഴിഞ്ഞാലും, ചൂട് കാലത്താണെങ്കിലും നമുക്കൊരു മീഡിയം തണുപ്പ് കിട്ടും, തണുപ്പ് കാലത്താണെങ്കിലും ആ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും ഇതിനകത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണുള്ളത്. നല്ല ക്ലൈമറ്റാണ്. ഈ ഒരു ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ പുറകിലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്ലം ട്രീയും ഒപ്പം മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ മലനിരകളും ഫ്രണ്ടിലെ ഗാർഡൻസും എല്ലാം നല്ലൊരു ഫീലിംഗാണ് നമുക്ക് തരുന്നത്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പൗണ്ടിലുള്ളതെല്ലാം പലതരത്തിലുള്ള ഫ്രൂട്ട്സാണ്. രാവിലെ ആയപ്പോഴേക്കും മഞ്ഞ് വീണ് കാറിൻ്റെ ചില്ലും ഇതെല്ലാം നനഞ്ഞിരിക്കുന്നൊരു കാഴ്ചയാണ്. റാന്തൽ വിളക്ക് കത്തുന്നുണ്ട്. പുറകിലായിട്ട് കാണുന്നത് പ്ലം ട്രീസാണ് കേട്ടോ. ഇവിടെ കൂടുതലും പ്ലം, പേരയ്ക്ക, ആപ്പിള്, അതേപോലെ സ്ട്രോബെറി, പീച്ച് ഇതേപോലെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം ഇവിടെ ഒരുപാടുണ്ട്. പക്ഷേ ഇത് അത്ര പ്രോപ്പറായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആകുമായിരുന്നു. ഈ കാണുന്നത് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള കുറച്ച് സ്ട്രോബെറിയാണ്. പക്ഷേ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സ്ട്രോബെറി പൂട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു 1-2 മാസം കഴിഞ്ഞാൽ സീസൺ ആവുള്ളൂ. ഇത് പ്ലം ആണ്. ഇതിൽ പഴുത്ത പ്ലംസ് ഉണ്ട്. ഞങ്ങൾ കുറച്ചത് പറിച്ചെടുക്കുകയും ചെയ്തു. കൂടാതെ അവിടുത്തെ ചേച്ചി ഞങ്ങൾക്കായിട്ട് തരികയും ചെയ്തു. ഏറ്റവും കൂടുതൽ കാണുന്നത് പ്ലം ആണ്. പ്ലം ഉണ്ട്, പേരക്ക, പീച്ച്, ആപ്പിള്, സ്ട്രോബെറി, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് നല്ല രീതിയിൽ വളരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കൃഷിയുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ കാന്തല്ലൂർ എന്ന് പറയുന്നത്. നല്ല പാകമായിട്ടുള്ള പ്ലംസ് എല്ലാം ഞങ്ങൾ പറിച്ചെടുത്തു. ഇവനാണ് ഇവിടുത്തെ ഒരു കാവൽക്കാരനെന്ന് പറയുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടാമത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ശേഷം, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളുടെ ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ താഴെയായിട്ടൊരു വ്യൂ പോയിൻറ്റും ഒരു ഡാമും, ഒരു ചെറിയൊരു ഡാമിൻ്റെയും പണി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈറ്റ് പോവാം, അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കാണാം എന്നാണ് പറഞ്ഞത്. ശരിക്കും ഈ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് വൈൽഡ് ആനിമൽസിൻ്റെ ഒക്കെ പ്രസൻസ് ഉള്ളതാണ്. വൈകുന്നേരം 6 മണി മുതൽ ഇവർ ഇലക്ട്രിക് ഫെൻസ് ഓൺ ചെയ്യും. കാരണം കാട്ടാന ശല്യമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ താമസിച്ച വീടിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ കാട്ടാനകൾ നടന്നു പോകും, കാട്ടുപുത്ത് വരും. ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ കോട്ടേജുകളാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ അത്ര ടൂറിസം പ്രൊമോട്ടഡ് ആയിട്ടില്ല. ഈ ഒരു ഡാമിൻ്റെ പണി നടക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ അത്യാവശ്യം ഹൈപ്പായി വരുന്നുണ്ട്. കുറച്ച് ഹോം സ്റ്റേസും ഹോട്ടലും കോട്ടേജസ് എല്ലാം ഇപ്പോൾ പണിത് വരുന്നുണ്ട്. ഏകദേശം 1 വർഷം കഴിയുമ്പോഴേക്കും നല്ലൊരു രീതിയിൽ എത്തുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും ഇപ്പം തന്നെ വരിക. കുറഞ്ഞ ചിലവിൽ അധികം തിരക്കും ശല്യങ്ങളും ഇല്ലാതെ നമുക്ക് ഈ ഒരു സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 1 വർഷം കഴിയുമ്പോഴേക്കും ഇവിടെ വല്ലാതെ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് കൺസ്ട്രക്ഷൻസും കോട്ടേജുകളെല്ലാം ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഡാം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രഷ്ഡ് മെറ്റൽസാണ് ഇറക്കിയിരിക്കുന്നത്. ഡാം ഇവിടെ നിന്നാൽ കാണാൻ പറ്റില്ല, ക്യാമറയിൽ കിട്ടുന്നില്ല. നമ്മൾ അവിടെ നിന്ന് അത് നോക്കി കണ്ടിരുന്നു. അതിനുശേഷം പോയത് കീഴാന്തൂർ വാട്ടർഫോൾസിലേക്കായിരുന്നു. ഏകദേശം അതിരപ്പള്ളി വാട്ടർഫോൾസ് പോലെ തന്നെ, പക്ഷേ അത്രത്തോളം ഡേഞ്ചറല്ല. നല്ലത് കാണാൻ നല്ല സ്റ്റൈലാണ്. ഇവിടെയും ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ചുറ്റും മലകളുണ്ട്.
അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ ഞങ്ങളെല്ലാവരും കുളിച്ചു. തൊട്ടടുത്ത് തന്നെയുള്ള ഇരച്ചിപ്പാറ വാട്ടർഫോൾസ്, അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഈ അടുത്ത കാലത്ത് വളരെ വൈറലായിട്ട് അത്യാവശ്യം മഴ പെയ്യുന്ന സമയത്ത് മാത്രമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുത്തി ഒഴുകുന്ന സമയത്ത് ഈ പാറക്കെട്ടുകൾക്കിടയിൽ തന്നെ ചുഴി രൂപം കൊള്ളും. അങ്ങനെയാണ് പാറകൾ ഇതേപോലുള്ള കുഴികൾ ഉണ്ടാകുന്നതാണ് ഞാൻ അറിഞ്ഞത്. ഈ ഭാഗത്ത് ഒരുപാട് ഇതേപോലുള്ള കുഴികൾ കാണുന്നുണ്ട്. മഴവെള്ളം നന്നായിട്ട് ഒഴുകുന്ന സമയത്താണ് ഇത് ഉണ്ടാകുന്നത്. അതിനുശേഷം ഞങ്ങൾ മൂന്നാർക്ക് വെച്ച് തിരിച്ചു. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കോട വന്നിരുന്നു. അപ്പോൾ ആ കോടയൊക്കെ ആസ്വദിച്ച് ഒരു ചായയും കുടിച്ചുമാണ് ഞങ്ങൾ പോയത്. ഒപ്പം മൂന്നാർ മറയൂർ റൂട്ടിലെ തേയിലത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിലുള്ള അരുവികളും എല്ലാം ഞങ്ങൾ ഇറങ്ങി ആസ്വദിച്ചു. നമ്മൾ യാത്ര പോകുമ്പോൾ ഇതേപോലുള്ള സ്പോട്ടുകളൊന്നും മിസ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ഇറങ്ങി എൻജോയ് ചെയ്ത് എന്നിട്ട് വേണം നമ്മുടെ യാത്ര അവസാനിപ്പിക്കാൻ.